ഈ ദാണ്ടിയ ദാണ്ടിയാന്ന് കേട്ടിട്ടുള്ളതല്ലാതെ ആക്ച്വൽ ദാണ്ടിയ ഡാൻസ് ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് നേരിട്ട് കാണാൻ പോവാണ്. ദാണ്ടിയ സെലിബ്രേഷന് എല്ലാ കുട്ടികളും വന്നിട്ടില്ല. കാരണം പാസ് എടുത്തിട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണ് എൻട്രി ഉള്ളത്. നോർത്ത് ഇന്ത്യയിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ദാണ്ടിയ സെലിബ്രേഷൻ നേരിട്ട് കാണാൻ പോകുന്നത്. സ്കൂളിൽ വന്നതും ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ നേരെ എൻ്റെ ക്ലാസ്സിലേക്കാണ് പോയത്. ക്ലാസ്സിൽ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം എല്ലാ കുട്ടികളും നല്ല ട്രഡീഷണൽ ഡ്രസ്സെല്ലാം ഇട്ട് ദാണ്ടിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, അതെല്ലാം കൊണ്ടുവന്ന് അവരുടെ ഡ്രസ്സ് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇന്ന് ക്ലാസ് ഇല്ലാത്തതിൻ്റെ സന്തോഷം എല്ലാവരുടെയും മുഖത്ത് കാണാൻ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ ഡ്രസ്സിങ്ങും അവരുടെ ഡാൻസിങ്ങും എല്ലാം കണ്ടപ്പോൾ തന്നെ ഞാൻ ചാർജായി. പിന്നെ ഞാൻ അപ്പുറത്തെ ക്ലാസ്സിലെല്ലാം പോയി നോക്കി. തിരിച്ച് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവരോട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡാൻസ് കളിച്ച് കാണിക്കാൻ പറഞ്ഞാണ്. ദാണ്ടിയയ്ക്ക് പകരം ഇവന്മാർ തമ്മിൽ തല്ലുവാണ് ചെയ്തത്. എക്സൈറ്റ്മെൻറ്റ് മൂത്ത് പിള്ളേരെല്ലാം ഔട്ട് ഓഫ് കൺട്രോൾ ആയി തുടങ്ങിയെന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നെ എല്ലാവരെയും കൂട്ടി ഒരു സെൽഫി എടുക്കാമെന്ന് വിചാരിച്ചു. സെൽഫിയും കഴിഞ്ഞു, ഗ്രൂപ്പ് ഫോട്ടോയും കഴിഞ്ഞിട്ടും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നില്ലെന്ന് കണ്ടപ്പോൾ കുട്ടികൾ ക്ലാസ്സിൽ തന്നെ ഡാൻസ് ചെയ്തു തുടങ്ങി. കുട്ടികളൊക്കെ ഫുൾ എനർജിയിലാണ്. പക്ഷേ ഇവന്മാർ മാത്രം എന്താ ഇങ്ങനെ ഡാൻസ് കളിക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. വീഡിയോ എടുത്തെടുത്ത് ഞാൻ ലാസ്റ്റ് ചെന്നത് സ്കിറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ അടുത്തേക്കാണ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സിങ് എല്ലാം ചെയ്ത് റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചെന്നൊരു 2-3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനുള്ള കോളും വന്നു. ഡ്രസ്സിങ് എല്ലാം ഗംഭീരമായതുപോലെ തന്നെ കുട്ടികളുടെ പെർഫോമൻസും അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ചും അവരെല്ലാം ആ ഒരു തീം നന്നായി ഉൾക്കൊണ്ട് തന്നെ ചെയ്തെന്ന് പറയാം. രാമരാവണ യുദ്ധം വന്നപ്പോൾ പിള്ളേരൊക്കെ ഫുൾ എനർജി. അങ്ങനെ ലാസ്റ്റ് കഥാന്ത്യത്തിൽ സീതയെ രാമൻ തിരിച്ചു കിട്ടി. അവർ വീണ്ടും കാട്ടിൽ നിന്നും നാട്ടിലേക്ക് പോയി. ഇനിയാണ് നമ്മൾ രാവണനെ കത്തിക്കാൻ പോകുന്നത്. സത്യത്തിൽ ദാണ്ടിയ സെലിബ്രേഷൻ്റെ ഒരു മെയിൻ ഇവൻ്റ് തന്നെ ഇതാണ്. നമ്മൾ രാവണൻ്റെ ഒരു സ്റ്റാച്യു വീഡിയോയുടെ ഫസ്റ്റ് കണ്ടില്ലായിരുന്നു, അതാണിപ്പോൾ നമ്മൾ കത്തിക്കാൻ പോകുന്നത്. അതായത് രാമൻ രാവണനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയല്ലോ, അതിൻ്റെ ഒരു പ്രതീകമായിട്ടാവണം ഇങ്ങനെ ചെയ്യുന്നത്. വേറെന്തെങ്കിലും കഥ ഇതിന് പിന്നിലുണ്ടോ എന്നെനിക്ക് സത്യത്തിൽ അറിഞ്ഞുകൂടാ. രാവണനെ കത്തിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പാർട്ടി തുടങ്ങി. അതായത് നമ്മുടെ ദാണ്ടിയ. പിള്ളേരെല്ലാം നല്ല ഫുൾ എനർജി ആയിരുന്നു. സ്റ്റുഡൻസ് മാത്രമല്ല ടീച്ചേഴ്സും നല്ല അടിപൊളിയായിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാമല്ലോ ഞാൻ അവിടെ അട്ടഹസിച്ച് നിൽക്കുന്നത്. അതെനിക്ക് ഡാൻസ് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. പിന്നെ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ കുട്ടികളുടെ കൂടെ കൂടി എന്തെങ്കിലും കുറച്ച് സ്റ്റെപ്പൊക്കെ ഇട്ട് നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചു. ടീച്ചറായി പോയില്ലേ, കുട്ടികൾ എന്നിൽ നിന്ന് ഒത്തിരി പ്രതീക്ഷിച്ചു കാണും. പക്ഷേ ഞാൻ അവരുടെ സ്റ്റെപ്പ് നോക്കി കളിക്കുകയാണ് ചെയ്തത്. പ്രത്യേകിച്ചും എൻ്റെ കോസ്റ്റ്യൂമൊന്നും ദാണ്ടിയ ഡാൻസിന് പറ്റിയതേ ആയിരുന്നില്ല. പക്ഷെ നല്ല അടിപൊളി സോങ് കേട്ടപ്പോൾ ഞാൻ അറിയാതെ ചെന്ന് ജോയിൻ ചെയ്തതാണ്. ഞാൻ ചെന്ന് കയറിയതും പിള്ളേരെ സ്റ്റെപ്പൊക്കെ തെറ്റിപ്പോയതാണ് ഞാൻ കണ്ടത്. പിന്നെ ഒരു നിമിഷം വൈകിച്ചില്ല, ഉടനെ തന്നെ പെട്ടിയും കിടക്കെ എടുത്ത് ഇറങ്ങി. സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ടീച്ചേഴ്സെല്ലാം നല്ല ടയേർഡായിരുന്നു. ബസ്സിൽ കയറി ഇരുന്നപ്പോഴത്തേക്കും രാവണൻ്റെ സ്റ്റാച്യു മുഴുവനായി കത്തിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സ്കൂളിലെ ദാണ്ടിയ സെലിബ്രേഷൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ക്യാമറാമാൻ്റെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സെലിബ്രേഷൻ കഴിഞ്ഞ് ഒത്തിരി ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.